ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കഴിഞ്ഞ കളികളിൽ ഏറ്റവും കൂടുതൽ തെറി കേൾക്കേണ്ടി വന്ന, ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന 2 കളിക്കാരാണ് രാജസ്ഥാൻ്റെ നിതീഷ് റാണയും വനിന്ദു ഹസരംഗയും. ആ ഒരു പിഴവുകൾക്ക് 2 പേരും ഈ ഒരു കളിയിലൂടെ ഉത്തമ മറുപടി നൽകിയിരിക്കുകയാണ്. നിതീഷ് റാണയുടെ വെടിക്കെട്ട് ബാറ്റിംഗ്, 36 ബോളിൽ നിന്ന് 81 റൺസ്. അതുപോലെ തന്നെ ഹസരംഗയുടെ കിടിലം ബോളിംഗ്, 35 റൺസ് കൊടുത്തിട്ട് 4 വിക്കറ്റ് എടുത്ത്. ഈ 2 പെർഫോമൻസിൻ്റെ പിൻബലത്തിലാണ് രാജസ്ഥാൻ റോയൽസ് കരകയറിയത്. ഈ ഒരു കളി കൂടി രാജസ്ഥാൻ റോയൽസ് തോറ്റിരുന്നെങ്കിൽ പിന്നെ ഒരു തിരിച്ചറിവ് ഈ 2025 IPL അസാധ്യമാകുമായിരുന്നു. റിയാൻ പരാഗിൻ്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഋതുരാജ് ഗെയ്ക്വാദ് അത്യാവശ്യം നന്നായി ട്രൈ ചെയ്തിട്ട് പോലും ഈ ഒരു കളി ചെന്നൈക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. 44 ബോൾ 63 റൺസ് എടുത്ത് ഗെയ്ക്വാദ് തന്നാലാവും വിധം ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. രവീന്ദ്ര ജഡേജയും മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ഒന്നുകൂടി ഉഷാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കളി കൈവിട്ട് പോയേനെ. പക്ഷേ ഡെത്ത് ഓവറിലെ നമ്മുടെ ശർമ്മയുടെ ആ ഒരു ബോളിംഗ് മികവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ധോണിയെ ചാക്കിട്ട് പിടിച്ച സന്ദീപ് ശർമ്മയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സന്ദീപ് ശർമ്മയെ എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തി എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു മാച്ചിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാലും രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ള കളികളൊന്നും വല്ലാതെ എളുപ്പമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വേറെ ഒന്നുകൊണ്ടുമല്ല, വളരെ വീക്കാണ് ബോളിങ്ങിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ. എന്തോ എങ്ങനെയോ കഷ്ടിച്ച് മുക്കിയും മൂളിയും ജയിച്ചു എന്നല്ലാതെ ഇതൊരു അൾട്ടിമേറ്റ് വിന്നായി ശരിക്കും നമുക്ക് കരുതാൻ കഴിയില്ല. ലാസ്റ്റ് ബോൾ വരെ സസ്പെൻസ് നിറഞ്ഞ, അത്രയും ടെൻഷൻ അടിച്ച് കാണാൻ പറ്റിയ ഒരു കളിയാണ് രാജസ്ഥാൻ റോയൽസും നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടീമിനെ കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകും രാജസ്ഥാൻ എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാവുന്ന ഒരു കാര്യമാണ്. സഞ്ജു സാംസൺ ആദ്യത്തെ ഒരു കളിയിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ബാറ്റിങ്ങിൽ വീണ്ടും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. തല ധോണി ഒരിക്കൽ കൂടി ക്ലീനായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയങ്ങളുടെ പടുകൂമ്പാരമായി തല ധോണി മാറുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരു 2025 IPL നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്.